ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. എങ്ങോട്ടാന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിലേക്ക്, ഒരു പറ്റം നിരാലംബരായ കുട്ടികളുടെ ഒരു ഗ്രാമത്തിലേക്ക്. നമ്മുടെ ഈ ലോകത്തിൽ നടക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും പല പല ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങളുടെ ഓഫീസിൽ എല്ലാ വർഷവും സോഷ്യൽ സർവീസ് ഉണ്ട് കേട്ടോ. ഒരു ദിവസം നമ്മൾ സോഷ്യൽ സർവീസ് ചെയ്യണം, വോളണ്ടറി സർവീസ്. അങ്ങനൊരു ദിവസമാണിന്ന്. ഞങ്ങൾ പോകുന്നത് മറ്റിടത്തേക്കുമല്ല, SOS വില്ലേജ്, ചിൽഡ്രൻസ് വില്ലേജ് ഉണ്ടല്ലോ ആലുവയിലുള്ള, അങ്ങോട്ടാണ് ഞങ്ങൾ പോയത്. ഇത് ആലുവ എടത്തലയാണ് കേട്ടോ, പ്രോപ്പറായിട്ട് പറയുവാണെങ്കിൽ. പിന്നെ ഞങ്ങളൊരു ഏകദേശം ഒരു 10 ആയപ്പം SOS വില്ലേജിലെത്തി. അവിടെ ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നി, അവിടെ എത്തിയപ്പോൾ ശരിക്കും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയ പോലെ. ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും അങ്ങനെ SOS വില്ലേജിൻ്റെ എൻട്രൻസിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10-10:30 ആയിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും എത്തിച്ചേരണമെന്ന് പറഞ്ഞിരുന്ന സമയം. എല്ലാവരും ഏകദേശം ആ സമയത്ത് തന്നെ എത്തിപ്പെടുകയും ചെയ്തു കേട്ടോ. ജസ്ലിനും വിക്കിയൊക്കെ ഓൾറെഡി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഷാർപ്പ് 10-ന് തന്നെ എത്തിയായിരുന്നു. ബാക്കി ഞങ്ങളെല്ലാവരും എത്തിയപ്പോൾ ഏകദേശം 10:15 ഞാൻ പറഞ്ഞില്ലേ, അത്രയൊക്കെ ആയി. എന്നാലും ഇവിടുത്തെ ഗ്രീനറിയും ഇവിടുത്തെ ഗാർഡനൊക്കെ ഞങ്ങൾ ഒരുപാട് അതിശയിപ്പിച്ചു കേട്ടോ. ഈ നടുമുറ്റത്ത് നിൽക്കുന്ന ഒരു മരം ഉണ്ടല്ലോ, ഇതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത്. മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. നമ്മൾ ശരിക്കും മനസ്സിൽ വിചാരിക്കും SOS വില്ലേജ് ഇതൊരു ഓഫണേജ് ടൈപ്പാണല്ലോ, അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷേ ഇത്രയും മനോഹരമായിട്ട്, ഇത്രയും ഹൈലി ഹൈജീനിക്കും ഹൈലി എന്താ പറയുക, വെൽ ഇൻഫ്രാസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണിതെന്നുള്ളത് ഞങ്ങളിവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ കയറി വരുമ്പം തന്നെ അവിടുത്തെ റിസപ്ഷൻ ഏരിയയിൽ നമുക്കിങ്ങനെ അവരുടെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് ന്യൂസ് പേപ്പർ കട്ടിങ്സും കാര്യങ്ങളൊക്കെ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ജസ്റ്റ് നടന്ന് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ നടന്ന് വായിച്ചു. അതിൽ ഇവരുടെ ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും, എന്താണ് ഇവർ എന്നുള്ള ഒരു ബേസിക് അവയർനെസ് കിട്ടുന്ന രീതിയിൽ അവരുടെ ന്യൂസ് പേപ്പർ കട്ടിങ്സും കുട്ടികളുടെ പെയിൻറ്റിങ്സ് ആണ് കേട്ടോ ഇത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കെങ്ങാണ്ട് ഒരു വർക്ക്ഷോപ്പ് പോലെ നടന്നു ഇത്രേ. അപ്പോൾ ആ നടന്നതിൽ കുട്ടികൾ വരച്ച പിക്ചേഴ്സാണ് അത്ര ഇതൊക്കെ. അവർ വരച്ച അവരുടെ കലാവാസനല്ലേ, എത്ര പ്രശംസനീയമാണെന്ന് നോക്കിക്കേ. അടിപൊളിയായിട്ട് അവർ വരച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നടന്ന് കണ്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് 1-2 പേരൂടെ വരാൻ ബാക്കിയുണ്ടായിരുന്നു. ഇനി ഞാൻ നിങ്ങളെ വേറൊരു സ്ഥലം കാണിച്ചു തരാം. നോക്ക്, ഇതിൻ്റെ ഇവരുടെ ഗാർഡനാണ് കേട്ടോ. എന്ത് രസമാണ്, ശരിക്കും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഏതൊക്കെയോ മൂവീസിലൊക്കെ ഈ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. അവർ പറയുന്നുണ്ടായിരുന്നു ഏതൊക്കെയോ മൂവീസിൻ്റെ. ഞാൻ മൂവീസിൻ്റെ പേരൊക്കെ മറന്നുപോയി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം അതിലേക്ക്, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് മുറ്റത്തൂടെയൊക്കെ നടന്നു. നല്ല പോസിറ്റീവ് ഫീലായിരുന്നു, നല്ലൊരു പോസിറ്റീവ് എനർജി. നമുക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ടൊരു കാറ്റ് പോലെ അതൊക്കെ പറന്ന് പോകുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ, സത്യം പറയാലോ. ഇവിടുത്തെ മാനേജറായിട്ടുള്ള മിസ്റ്റർ ജോഷി സാറാണ് ഞങ്ങൾക്ക് ആദ്യം SOS വില്ലേജിനെ കുറിച്ചുള്ള ഒരു ഹൈ ലെവൽ ഓവർവ്യൂ ഞങ്ങൾക്കൊരു ചെറിയൊരു സെഷൻ എടുത്ത് തന്നു. അത് പോകുന്നതാണ് കേട്ടോ ജോഷി എന്ന് പറഞ്ഞ സാറ്. ആൾ നല്ല ഫ്രണ്ട്ലിയാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ഒക്കെ ആയിട്ട്. ഞങ്ങൾ പിന്നെ SOS വില്ലേജ് ചെന്നത് ഫ്രൂട്ട് പ്ലാന്റേഷൻ എന്നുള്ളൊരു പർപ്പസായിട്ടാണ് കേട്ടോ. കുറച്ചധികം ഫ്രൂട്ട് പ്ലാന്റ്സ് വാങ്ങി അവർ സഹായിക്കും നമ്മളെ. പ്ലാന്റ്സൊക്കെ അവർ പറയുന്ന സ്ഥലത്ത് നടുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ദൗത്യം. അപ്പോൾ അതിനവരെല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്തു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഞങ്ങൾ കളക്ട് ചെയ്തു. സത്യത്തിൽ ഞങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തതേ ഉള്ളൂ. അവരാണ് ഫ്രൂട്ട് പ്ലാന്റ്സ്, അവർക്ക് ആവശ്യമുള്ളത് ഏതാണോ, ഏതൊക്കെ പ്ലാന്റ്സാണ് കുട്ടികൾക്ക് ഇഷ്ടം എന്നുള്ളത് നോക്കി അവരത് വാങ്ങി അവരെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ ചെന്ന് അത് നടാൻ സഹായിച്ചു. പിന്നെ അവിടുത്തെ ആംബിയൻസും അവിടുത്തെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഉള്ളത്.
അപ്പോൾ എസ് വില്ലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1990-ലാണ് കേട്ടോ. ഏകദേശം 151 കുട്ടികൾ അവിടെ ഉണ്ട്, 15 വീടുകളുണ്ട്. അങ്ങനെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ 15 വീടുകളുണ്ട് ഇവിടെ. ഓരോ വീട്ടിലും 8 കുട്ടികളും ഒരമ്മയും. ആ അമ്മ സ്വന്തം മക്കളെ പോലെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് SOS വില്ലേജിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ ഒരു ഓർഫനേജ് പോലെ ഒരു കുറേ കുട്ടികളെ വളർത്തുക അങ്ങനെയൊന്നുമല്ല, ഓരോ വീടുകളാണ്. ആ വീട്ടിലെ അമ്മ എന്ന് പറയുന്നയാളും സാലറീഡ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. പക്ഷേ അവർ ഈ പറഞ്ഞ പോലെ ഡിവോഴ്സ്ഡ് ആയതോ അല്ലെങ്കിൽ വിഡോഡ് ആയിട്ടുള്ളതോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീകൾ വോളണ്ടറി ആയിട്ട് വരുന്ന ഒരു വോളണ്ടറി സർവീസായിട്ട് വരുന്ന അമ്മമാരാണ് കേട്ടോ. അവരും മക്കളും ചേർന്നൊരു വീടാണ്. അവർ കുട്ടികളുമായിട്ട് ജോയിൻ ചെയ്ത് കുക്ക് ചെയ്യുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നു. അങ്ങനെ ഇപ്പം SOS വില്ലേജിലൊരു റൂളുണ്ട്, കുട്ടികൾക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആവശ്യത്തിന് അവർക്ക് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. ആഴ്ചയിൽ ആവശ്യമുള്ള മീൽസും മീറ്റും എഗ്ഗും വെജിറ്റബിൾസും ഒക്കെ കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏത് രീതിയിൽ കുക്ക് ചെയ്യണം, എങ്ങനെ കുക്ക് ചെയ്യണം എന്നൊക്കെ കുട്ടികളുടെ ഇഷ്ടത്തിന് അമ്മമാർ ചെയ്യും കേട്ടോ. പിന്നെ ഈ കുട്ടികളുടെ സ്കൂളിംഗ് എന്ന് പറയുന്നത് നിയർ ബൈ സ്കൂളുകളിൽ അവർ സാധാ സ്കൂളുകളിൽ അവർ വിടും. രാവിലെ സ്കൂൾ ടൈമിൽ പോകും. ഇന്ന് ഫ്രൈഡേ ആണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുട്ടികളെ കാണാൻ പറ്റിയില്ല. അവർ സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ നിയർ ബൈ സ്കൂളിൽ വിടും. സ്കൂളിൽ വിട്ട് വൈകുന്നേരം വന്നിട്ട് കുട്ടികൾക്ക് സ്റ്റഡി ടൈമൊക്കെ ഉണ്ട്, കളിക്കുന്ന ടൈമുണ്ട്. അതുകൂടാതെ ട്യൂഷനുണ്ട്. എക്സ്റ്റേണലായിട്ട് 2 ട്യൂഷൻ ടീച്ചേഴ്സിനെ ഹയർ ചെയ്തിട്ടുണ്ട്. അവർ വന്ന് ട്യൂഷൻ എടുക്കും. അവർ കുട്ടികളെ പഠിപ്പിച്ച് പ്രിലിമിനറി എഡ്യൂക്കേഷനും കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷനും കഴിഞ്ഞ് അവർ കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സൊസൈറ്റിയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളുടെ താല്പര്യം അനുസരിച്ചിട്ട് അപ്പം ഒരു നിശ്ചിത ഏജ് എത്തിക്കഴിഞ്ഞാൽ അവർ PG ഒക്കെ ആയി കഴിയുമ്പോൾ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് മാറ്റും. അവിടെ നിന്ന് കുട്ടികളുടെ താല്പര്യം, ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ ഹോസ്റ്റലിലേക്ക് മാറ്റി അവരുടെ താല്പര്യം അനുസരിച്ച് ജോലി കിട്ടി മാറിപ്പോവുകയാണെങ്കിൽ അങ്ങനെ പോകാം. അതല്ല പെൺകുട്ടികളാണ്, ഇത് വിവാഹം കഴിക്കേണ്ട താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർ അതിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ മതത്തിൻ്റെ കേസ് പറയുവാണെങ്കിൽ ഇവരെ പ്രത്യേകിച്ചൊരു മതത്തിലേക്ക് വേണം എന്നൊരു ഇൻസിസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. കുട്ടികൾ ഏത് മതത്തിലാണോ അവർ ആ ഒരു മതം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ മുസ്ലിംസിൻ്റെ ആണെങ്കിലും ഹിന്ദുസിൻ്റെ ആണെങ്കിലും ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും, ഇനി അതല്ല ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും നല്ല ഗ്രീനറി ആയിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കുട്ടികൾക്ക് ഭയങ്കര കാം ആൻഡ് പോസിറ്റീവ് എൻവയോൺമെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. അതുകൂടാതെ കുട്ടികൾക്ക് കളിക്കാൻ സൈക്കിള്, ഈവനിങ്ങിൽ സൈക്ലിങ്ങിനുള്ള സംവിധാനമുണ്ട്. അപ്പം നമുക്ക് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം സൈക്കിളായിട്ട് ഡൊണേറ്റ് ചെയ്യാം കുട്ടികൾക്ക്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇപ്പം ഒരു കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഒരു സൈക്കിളായിട്ട് ഗിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഒരു കുട്ടിക്കല്ലാതെ അവിടെയുള്ള കുട്ടികൾക്കെല്ലാം യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ ഇവിടെ കുട്ടികളെ നമുക്ക് സ്പോൺസർ ചെയ്യാം. ലൈക്ക് ഇപ്പോൾ അവിടെയുള്ള കുട്ടികളിൽ ഒരു കുട്ടീനെ നമ്മളൊരു വർഷത്തേക്ക് അവരുടെ എഡ്യൂക്കേഷൻ മൊത്തം നോക്കാൻ പാകത്തിന് നമുക്ക് സ്പോൺസർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 28,000 മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു വർഷത്തേക്ക്. അങ്ങനെ ഒരു എമൗണ്ട് പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അവർ ഭയങ്കര വെൽക്കമിങ് ആണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മളോട് ഓപ്പണായിട്ട് പറയാനും ഡിസ്കസ് ചെയ്യാനൊക്കെ. പിന്നെ അങ്ങനെ എനിക്കൊരുപാട് ഇൻസൈറ്റ്സ് തോന്നിയ ഒരു ഇതാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു എന്താ പറയുക സ്റ്റേജ് പോലെ കേട്ടോ. ഇത് ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഏരിയ. ഇവർ യൂണിയനൊക്കെ പോലെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഇവരുടെ ഒരു ഏരിയയാണിത്. അതുപോലെ വീടുകൾ വേറെ ഹോം ടൂർ അവർ കാണിച്ചു തരും. നമ്മളൊരു വീട് കാണിച്ചു തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട് കാണാം. അതുകൂടാതെ ഈ വീട് അവർ കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ ഹോം ടൂർ പോകണതാണ് കേട്ടോ ഈ കാണുന്നത്. തുളസിത്തറയൊക്കെ ഉണ്ട്. പിന്നെ കുറേ കുട്ടികൾ തന്നെ കുറേ പ്ലാന്റ്സൊക്കെ നട്ടൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സൈഡിൽ കൂടെയൊക്കെ. ഞങ്ങളങ്ങനെ ഈ ഒരു വീട്ടിലേക്ക് കയറുകയാണ്. സിറ്റ് ഔട്ടാണ് കയറുമ്പം തന്നെ കാണുന്നത്. അങ്ങനെ നമ്മൾ അകത്ത് കയറാണിത്. ഒരു കുട്ടികളുടെ ഹിന്ദു വീടാണെന്ന് തോന്നുന്നു, അങ്ങനെ പറയുന്നത് കേട്ടിരുന്നു. പിന്നെ ഓരോ വീടിനും പേരൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പം തന്നെ ഒരു ഹാള് പോലെ കാണുന്ന അവിടെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഭയങ്കരമായിട്ട് വെൽക്കമിങ്. അവിടെ നിൽക്കുന്നതാണ് അമ്മ, ഒരമ്മ ഉണ്ടല്ലോ. അപ്പോൾ ആ വീട്ടമ്മയാണത്. പുള്ളിക്കാരത്തി നമ്മളെ ഭയങ്കര കാര്യമായിട്ട് സ്വീകരിച്ചു കേട്ടോ. ഇത് പ്രാർത്ഥന ഏരിയയാണ് കേട്ടോ, പൂജ ഏരിയ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് അത്ര ഈ വീട്ടിൽ. അപ്പോൾ അവിടെ ഒരു അക്വേറിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ എന്താണ്, പിന്നെ ഈ വീടിനകത്ത് ഇങ്ങനെ ഒരു ഹോള്, ഡൈനിങ് ടേബിള്, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ്. പിന്നെ പിന്നെ 2 ബെഡ്റൂമുണ്ട്. അത് ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആണ്. പിന്നെ 2 ടോയ്ലറ്റും 2 ഷവർ ഏരിയയും, അതാണ് ആ വീടിൻ്റെ ഓവറോൾ ഒരു സെറ്റപ്പ്. പിന്നെ ഞങ്ങൾ വീട് കണ്ട് അമ്മേനോട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു, കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. എന്നിട്ട് ഞങ്ങൾ യൂത്ത് ഹൗസിലേക്ക് പോയി. യൂത്ത് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു ഏജ് കഴിയുന്ന ബോയ്സിനെ അവർ സെപ്പറേറ്റ് ഒരു ബിൽഡിങ്ങിലേക്ക് മാറ്റും. അതാണ് അവിടെ അവരിട്ടേക്കുന്ന പേരാണ് യൂത്ത് ഹൗസ് കേട്ടോ. ഞങ്ങളിവിടെ ഏകദേശം ഒരു 10, 12, 13 പ്ലാന്റ്സ് നട്ടു. അതിൽ ഈ പറഞ്ഞ പോലെ റംബുട്ടാൻ ഉണ്ടായിരുന്നു, ചാമ്പ ഉണ്ടായിരുന്നു, പേര ഉണ്ടായിരുന്നു, മാംഗോ ഉണ്ടായിരുന്നു, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് യൂത്ത് ഹൗസ്. അവിടെ മല്ലിയൊക്കെ ഉണക്കാനിട്ടേക്കുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ തന്നെയാണ്. അമ്മ ഉണ്ടാവും, അമ്മയുടെ കൂട്ടത്തിൽ 8 ബോയ്സ് ഉണ്ടാവും. ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ജോഷി സാറ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ ബാക്കി ചെടികൾ അവർ തന്നെ നട്ടോളാം. കുറേ വെയിലൊക്കെ കൊണ്ടു, കുറേ നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ടയേർഡായി. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഇല്ലില്ല, ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങളും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ജോഷി ചേട്ടൻ്റെ ഫ്രണ്ടും കൂടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് യൂത്ത് ഹൗസിൻ്റെ ഒരു ജസ്റ്റ് ഓവർവ്യൂ ഒരു കാണിച്ചു തരുന്ന കേട്ടോ. ഒരു ഓഫീസ് റൂം പോലെ അവർക്കുണ്ട്. ഇവിടെ കുറച്ച് കുട്ടികൾക്ക് സ്റ്റഡി ഏരിയ പോലെയാണ്. കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു ഓഫീസ് റൂം പോലെയുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൗണ്ടർ കേട്ടോ, അവരുടെ ഗാർഡിയൻ എന്ന് പറയുന്നത്. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് ഇത്രയും വലിയ സ്വീകരണം അവിടെ കിട്ടുമെന്ന്. അവർ ചായയൊക്കെ ഉണ്ടാക്കി തന്നു. ഞങ്ങൾ യൂത്ത് ഹൗസിലെ വീട്ടിൽ നിന്ന് ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. എന്നിട്ട് ജോഷി സാറിനോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ ബൈ പറഞ്ഞു കേട്ടോ. പോരുമ്പോൾ ഒരു വലിയൊരു പോസിറ്റീവ് എനർജി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതുപോലെ ഒന്നാണിത്. ആരുമില്ലാത്ത അശരണരായ, സമൂഹത്താൽ ഒറ്റപ്പെട്ട, ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായ കുറേ കുട്ടികൾ, അവരെ സ്വന്തം മക്കളെ പോലെ ഏറ്റെടുത്ത് വളർത്തുന്ന ഒരു സ്ഥലം. അതുപോലെ നമുക്ക് അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് സഹായിക്കുക എന്നുള്ളത്, നമുക്ക് അതുപോലെയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അങ്ങനെയുള്ളവരെ സഹായിക്കാൻ നമുക്ക് കഴിയും അല്ലേ. അങ്ങനെയുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവർക്ക് കുട്ടികളെ സ്പോൺസർ ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് കൊച്ചു കൊച്ചു സഹായങ്ങൾ ഫൈനാൻഷ്യലി നമുക്ക് ചെയ്തു കൊടുക്കാനൊക്കെ നമുക്ക് പറ്റും. നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്യുക, SOS വില്ലേജ് കൊച്ചി നോക്കുമ്പോൾ കൊച്ചിയല്ല കേരള നോക്കുമ്പോൾ കേരളത്തിൽ ആലുവയിലും തൃശ്ശൂരുമാണ് ഉള്ളത്. അതല്ല ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇവർക്കുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും ലഭ്യമാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഏത് ലൊക്കേഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരതിൻ്റെ സപ്പോർട്ട് അവർ നമ്മൾക്ക് ചെയ്തു തരുന്നതാണ്. പിന്നെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾക്കൊക്കെ സഹായിക്കാനുള്ള മനസ്സും സൗകര്യങ്ങളും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ SOS വില്ലേജിലേക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. SOS വില്ലേജ് തന്നെയല്ല, മറ്റുള്ള ഏതെങ്കിലും ഒരു ചാരിറ്റി ഓർഗനൈസേഷനിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്നെങ്കിൽ അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ദൗത്യം കഴിഞ്ഞ് ഫ്രൂട്ട് പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞ് അവിടെയുള്ളവരുടെ വർത്തമാനമൊക്കെ പറഞ്ഞ് SOS വില്ലേജിൽ നിന്ന് പലരും പല വഴിക്കായിട്ട് വീണ്ടും തിരിഞ്ഞു. എൻ്റെ കൂട്ടത്തിൽ അശ്വതിയും ആർഷയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് തന്നെ പോന്നു. അവർ കാക്കനാട് അടുത്താണ് താമസിക്കുന്നത്, എടച്ചേര അടുത്താണ്. അപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് പയ്യെ വിടും. അതാണ് പ്ലാൻ. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ഇടണം. അതുകൂടാതെ എന്നെ സപ്പോർട്ട് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ അത്രയൊക്കെയുള്ളൂടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ.